ആ ബാബു എത്തൊക്കെ വർത്താനം? ഞാൻ തന്നെ രാത്രി എത്തിയതേ. കൊറേ കാലായില്ല മൂസക്ക ഗൾഫിൽ ഇങ്ങനെ നിർത്തിക്കൂടെ എങ്ങനെ? ആ ബാബു എക്സിറ്റ് അടിച്ചിട്ട് തന്നെ പോകുന്നത്. ഇനി വേണമെങ്കിൽ ചെറുക്കന്മാരൊക്കെ നോക്കട്ടെ. ആ കുട്ടികളെ പെട്ടി പൊട്ടിച്ചാണ്. എന്നായിക്കോട്ടെട്ടോ, ഞാൻ വരാം. പാപ്പ അതൊന്നും വന്ന് പൊട്ടിച്ചാണ് ഈ കുട്ടികൾ ഒരു തൊയിരം തന്നെ. അത് നിങ്ങൾക്ക് തന്നെ പൊട്ടിച്ചൂടെ? അതിൽ പതിനാത്രം കാര്യങ്ങളൊന്നും ഇല്ലേ? ഒന്ന് ഇങ്ങോട്ട് ഇറക്കിച്ച. പപ്പാന്റെ കുട്ടിക്ക് കളിച്ചാള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതില്. അതല്ലേ ആ ദാ കുക്കുടൂല്. ആ നാ ആക്കോ എന്നാ. ആ ഇതൊക്കെ ഇവിടെ ആക്കെ കുറെ ആൾക്കാർക്ക് കൊടുക്കാളാണ്. എനിക്കത് മാത്രമേ ഉള്ളൂ. എന്റെ ഫ്രണ്ട്സാണോടൊക്കെ ഞാൻ എന്താ പറയാ? ഒരു മുട്ടായി പോലും കൊണ്ടുവന്നിട്ടില്ല. ബാബ ഗൾഫാരന് ആ കുട്ടികളെ നോക്കിക്കണം. കുട്ടിയാക്കളും മുട്ടായി കൊണ്ടുവന്നിയോ? നിങ്ങൾക്ക് തന്തയാണോ? ഇതൊന്നും ഉണ്ടാന്ന ആൾക്കാർ കേൾക്കൂലേ? ആൾക്കാർ കേട്ടെ എനിക്ക് വേണ്ട സാധനം ഓളോ പരീക്കട്ടെ പോകുന്ന വിട്ട്. ജെസിയ അത് സാരല്ലോ പാപ്പ, ഓളെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ? അതിലൊന്നും ഇപ്പറ്റി കശ്മറ്റാണ്. ഒരു പ്രവാസിക്ക് നാട്ടിൽ വന്നിട്ട് എല്ലാരും തൃപ്തിപ്പെടുത്തിട്ട് വരാൻ കഴിയൂല. ഓളെ കല്യാണത്തിന് അന്നേ ഞാനിവിടെ പണിയെടുക്കുക. അയച്ച് നാട്ടിൽ ഇങ്ങോട്ട് വരാൻ പൂതിയായിട്ടല്ല, കടം കൊണ്ട് വരാന്നതാ. അത് പറ്റാണെന്നുണ്ടെങ്കിൽ എന്റെ പെങ്ങൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും. പാപ്പ നിങ്ങൾ കരയില്ലേ പാപ്പ? ജെസിയ ഇതൊന്നും ഉറക്കപ്പാനോട് പറഞ്ഞേ. 10-30 കൊല്ലം നമുക്ക് വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞോ? എന്താ വിളിച്ചേ? തന്തേന്നോ? ആ തന്ത ഉണ്ടായോണ്ടാണ് എന്റെ ഏട്ടത്തിനൊക്കെ നേരത്തിന് കെട്ടിച്ചോട്ടെ. ആ പാവ അവിടെ കിടന്ന് കരയാ. ഓളെ 2 മുട്ടായിക്കും വേണ്ടി വാപ്പാനെ കുറ്റം പറഞ്ഞു. ഇത് മോനെ പോയിക്കോടി, ഇന്റെ വാപ്പാനെ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? ഇതെന്താ പാപ്പ? ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. കോഴിക്കോട് എയർപോർട്ടിന്റെ തൊട്ടടുത്തിന്റെ പ്രവാസി സൂക്ക് എന്നാണ് ഒരു കട. ഫേമസാ. ഗൾഫിന്റെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഇതിൽ ഓക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ പറയാവുന്നതാ. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലായിക്കോളി. ഈ പ്രായം വരെ ആയിട്ടും ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ ജയിച്ചിട്ടില്ല.